ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഒരുപാട് സന്തോഷത്തോടെയും എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നിരാശയോടുകൂടി ഇറങ്ങി വരേണ്ടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുപോലൊരു ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടർല എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിൽ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പ് നമുക്ക് അവിടെ പോകാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന അതും ഇതുപോലെ ഒരു അഡ്വഞ്ചർ പ്ലേസിലാവുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ മനസ്സിൽ കൊണ്ടാണ് അവിടെ പോയത്. പക്ഷേ ഞങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം. അപ്പോൾ അതെന്താ കാര്യമെന്ന് ഞാൻ വഴിയേ പറയാം. പക്ഷേ കുട്ടികളുടെ കാര്യം പറയാനാണെങ്കിൽ അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാരണം അവർക്ക് പറ്റിയ ഒരുപാട് ഗെയിംസ്, അല്ലെങ്കിൽ അവരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ഗെയിംസിലും അവർക്ക് കയറാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ച ഒരു വലിയ കാര്യം. കാരണം ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും എവിടെ ട്രിപ്പ് പ്ലാൻ ചെയ്താലും ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ, അവർക്ക് അവിടെ എന്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഇതുപോലെ കൂടുതൽ സമയം വെള്ളത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കുട്ടികൾ നല്ല ഹാപ്പിയായി. പക്ഷേ നമ്മളെ നിരാശപ്പെടുത്തിയ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറണം അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ച പല അഡ്വഞ്ചർ ഗെയിംസിലും നമുക്ക് കയറാൻ പറ്റിയില്ല. 7ഉം 4ഉം വയസ്സ് മാത്രമുള്ള കുട്ടികളായിട്ട് നമ്മൾ മാതാപിതാക്കൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പലതിലും അവരെ ഇൻവോൾവ് ആക്കില്ല. അതായത് കുട്ടികൾക്ക് അവിടെ പ്രായപരിധിയുണ്ട്. സത്യത്തിൽ ഞങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു. എങ്കിലും പക്ഷേ ഇതൊട്ടും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഒരുപാട് നിരാശപ്പെടുത്തിയത്. കസിൻസായിട്ടും ഫ്രണ്ട്സായിട്ടും ഒരുപാട് പേര് വരുന്നത് എൻജോയ് ചെയ്യുന്നതും വെറുതെ നോക്കി നിൽക്കേണ്ടി വന്ന ഞങ്ങളുടെ അവസ്ഥയാണ് നിരാശ എന്ന പേരിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ഫാമിലി ട്രിപ്പ് എന്ന പേരിൽ ഇത് വളരെ നല്ലൊരു ദിവസം തന്നെയായിരുന്നു. എന്തായാലും നിങ്ങളുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.